4 വോട്ടിന് വേണ്ടി രാജ്യദ്രോഹികളുടെ അടക്കം പിന്തുണ വാങ്ങിയിരിക്കുകയാണ് UDF സ്ഥാനാർത്ഥികളെന്ന് NDA പാലക്കാട് മണ്ഡലം സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. SDPI പിന്തുണ സ്വീകരിച്ചതിലൂടെ കൊലപാതകികളെ ന്യായീകരിക്കുകയും ഇരകളെ അവഹേളിക്കുകയുമാണ് UDF ചെയ്യുന്നത്. തോൽവി പേടിയിലാണ് ഭീകരരുടെ അടക്കം വോട്ട് UDF സ്ഥാനാർത്ഥികൾ വാങ്ങുന്നത് എന്ന് കൃഷ്ണകുമാർ പറഞ്ഞു. പാലക്കാട് കളക്ട്രേറ്റിൽ എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷമാണ് കൃഷ്ണകുമാറിന്റെ പ്രതികരണം ഉണ്ടായത്. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ്? എന്താണ് പാലക്കാട് ലോക്സഭാ മണ്ഡലം NDAക്ക് അനുകൂലമായിട്ട് മാറിയിരിക്കുക. ഈ മണ്ഡലത്തിലെ ജനങ്ങൾ രണ്ട് മുന്നണികളുടെയും കള്ളത്തരങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. രണ്ടുപേരും ഒന്നാണെന്നും കേരളം വിട്ടുകഴിഞ്ഞാൽ ഇവർ മോദിക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ആളുകളാണെന്നും രാജ്യദ്രോഹ ശക്തികളുടെ അടക്കം പിന്തുണ സ്വീകരിക്കുന്ന ആളുകളാണെന്നും ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. UDFന്റെ സ്ഥാനാർത്ഥി പരോക്ഷമായിട്ട് SDPIയുടെ പിന്തുണ സ്വീകരിക്കാൻ തയ്യാറാവുന്നത് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളുടെ പിന്തുണ പോലും സ്വീകരിക്കാൻ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിനായിട്ട് തയ്യാറാവുന്ന UDFന്റെ നിലപാട് ജനങ്ങൾ തിരിച്ചറിയും. ഈ മണ്ഡലത്തിലാണെങ്കിൽ സഞ്ജിത്തിനെയും അതുപോലെ തന്നെ ശ്രീനിവാസനെയും പോലെയൊക്കെയുള്ള ആളുകൾ PFIയുടെ ഈ ഒരു ഭീകരവാദത്തിന് ഇരയായ ആളുകളാണ്. അപ്പോൾ അത് കൃത്യമായൊരു തിരിച്ചടിയാവും എന്നുള്ളത് തന്നെയാണോ? ശ്രീനിവാസൻ വധിക്കപ്പെട്ട് ശ്രീനിവാസൻ്റെ അച്ഛൻ കാലാകാലങ്ങളോളം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ആളായിരുന്നു. ആ ശ്രീനിവാസൻ്റെ മരണസമയത്ത് ഒരു കോൺഗ്രസിൻ്റെ നേതാവും ശ്രീനിവാസൻ്റെ വീട് സന്ദർശിക്കാൻ കഴിഞ്ഞില്ല. അവർ അന്ന് തന്നെ തെളിയിച്ചതാണ് ഞങ്ങൾ മത തീവ്രവാദ പ്രസ്ഥാനങ്ങളോടൊപ്പമാണ്, രാജ്യദ്രോഹ ശക്തികളോടൊപ്പമാണെന്ന്. ശ്രീനിവാസനെയും സഞ്ജിത്തിനെയും കൊലപ്പെടുത്തിയ ആ ശക്തികളുടെ പിന്തുണ സ്വീകരിക്കാൻ ഇന്ന് UDF തയ്യാറായിട്ടില്ല. UDFന്റെ സ്ഥാനാർത്ഥിയും പരോക്ഷമായിട്ട് അവരുടെ പിന്തുണയെ സ്വീകരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. പാലക്കാടിലെ ജനങ്ങൾ തീർച്ചയായിട്ടും ഇതിനെതിരായിട്ടുള്ള മത തീവ്രവാദ സംഘടനകളുടെ പിന്തുണ സ്വീകരിക്കുന്ന UDFന്റെ നിലപാടിനെതിരായിട്ടുള്ള നിലപാട് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കും. അങ്ങനെയാണ്. ഏതായാലും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. കൃത്യമായ തിരിച്ചടി ഈ SDPI പോലുള്ള സംഘടനകളുടെയൊക്കെ മൗന പിന്തുണ നേടുന്ന അല്ലെങ്കിൽ അതിന് എതിർത്തൊന്നും പറയാത്ത കോൺഗ്രസിനും UDFനും ഉൾപ്പെടെ ഉണ്ടാവും എന്നുള്ളതാണ് C. കൃഷ്ണകുമാർ വ്യക്തമാക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.